തിരുവനന്തപുരം കല്ലറ ജ്വല്ലറി കവർച്ചാ കേസിലെ പ്രധാന പ്രതി ഗോവയിൽ മരിച്ചതന്വേഷിക്കാൻ പ്രത്യേക പോലീസ് സംഘത്തെ നിയോഗിച്ചതായി തിരുവനന്തപുരം റൂറൽ എസ്പി. സുരക്ഷാ ജീവനക്കാരനെ കൊലപ്പെടുത്തി 1.5 കിലോ കവർന്ന കേസിൽ തമിഴ്നാട്ടുകാരടക്കം 4 പേർ അറസ്റ്റിലായ വിവരം പോലീസ് സ്ഥിരീകരിച്ചു. കവർച്ച മുതൽ കണ്ടെടുക്കാനുണ്ടെന്നും എസ്പി പറഞ്ഞു. തമിഴ്നാട് പാളയംകോട്ട ജയിലിൽ നിന്ന് സൌഹൃദത്തിലായ പുനലൂരുകാരൻ ശശികുമാറും തമിഴ്നാട്ടുകാരും സംയുക്തമായാണ് കവർച്ച ആസൂത്രണം ചെയ്തത്. കടലൂരിൽ നിന്നുള്ള പളനി, രാജു, കണ്ണൻ എന്നിവരെ ഇതിനായി ശശികുമാർ കൊട്ടാരക്കരയിൽ മുറിയെടുത്ത് താമസിപ്പിച്ചു. ജെസീന ജ്വല്ലറിയും പരിസരങ്ങളും പലതവണ കണ്ട പദ്ധതിക്ക് അവസാന രൂപം നൽകി. നാട്ടുകാരായ ദിലീഷ് കുമാർ, ദീപക് രാജ്, പ്രജിത്ത് തുടങ്ങിയവരും പളനിയുടെ സംഘവും ചേർന്നാണ് 5-ന് രാത്രി കൃത്യം നിർവഹിച്ചത്. തമിഴ്നാട്ടിലും മുംബൈയിലുമായി നടത്തിയ അന്വേഷണത്തിനൊടുവിൽ ഇവരിൽ 4 പേരെ പിടികൂടിയ വിവരം അന്വേഷണ സംഘം സ്ഥിരീകരിച്ചു. അതേസമയം ഗോവയിൽ പ്രധാന പ്രതി ശശികുമാർ മരിച്ചത് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ എടുക്കാൻ ശ്രമിക്കുകയാണ്. 4 പേരാണ് നമ്മൾ പിടിയിൽ ഉണ്ടായിട്ടുള്ളത്. ഇനി ബാക്കിയുള്ള പ്രതികളും ബാക്കിയുള്ള അന്വേഷണം നടത്താനായിരിക്കും. ശശികുമാറിന് പറഞ്ഞ ഈ വ്യക്തി അവിടെ ഗോവയിൽ സൂസൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഗോവ പോലീസ് അത് അന്വേഷിക്കുന്നുണ്ട്. ഇവിടുന്ന് അതിനുവേണ്ടി നമ്മൾ ഏതെങ്കിലും വിവരം അറിയാൻ വേണ്ടി നമ്മളൊരു ടീം അവിടെ ഗോവയിലേക്ക് അയച്ചിരിക്കുകയാണ്. തമിഴരടക്കം 4 പ്രതികൾ കൂടിയെങ്കിലും പിടിയിലാകാനുണ്ട്. കവർച്ച മുതലും കണ്ടെടുക്കാനുണ്ട്. ജ്വല്ലറിയിൽ നിന്ന് നഷ്ടപ്പെട്ട 2 ലക്ഷത്തിലേറെ രൂപയിൽ ഒരു ഭാഗം കണ്ടെടുത്തിട്ടുണ്ട്. അതേസമയം 1.5 കിലോ സ്വർണത്തിൽ വലിയ പങ്ക് സംഘത്തോടൊപ്പം സഹകരിച്ച മറ്റൊരു മലയാളി ഒറ്റയ്ക്ക് കൈക്കലാക്കി നാടുവിട്ടതായി സൂചനയുണ്ട്. മോണ്ടി നവാസ് എന്നറിയപ്പെടുന്ന ഇയാൾക്കായി പ്രത്യേക സംഘം തെരച്ചിൽ നടത്തുന്നുണ്ട്. എന്നാൽ അന്വേഷണം തുടരുന്നതിനാൽ ഇക്കാര്യങ്ങൾ വെളിപ്പെടുത്താനാകില്ലെന്നാണ് പോലീസ് നിലപാട്. ആറ്റിങ്ങൽ ഡിവൈഎസ്പി കെ ഇ ബൈജുവിന്റെ നേതൃത്വത്തിൽ സിഐമാരായ വി സുരേഷ് കുമാർ, എ പ്രമോദ് കുമാർ, ആർ പ്രതാപൻ നായർ എന്നിവരുടെ കീഴിൽ പ്രത്യേക സംഘങ്ങളെ തിരിഞ്ഞായിരുന്നു വിവിധ സ്ഥലങ്ങളിൽ അന്വേഷണം.